ഇത് നമ്മൾ 10ാം ക്ലാസ് ഫിസിക്സിലെ ഒന്നാമത്തെ അധ്യായത്തിലെ ജൂൾ നിയമത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള മാത്തമാറ്റിക്കൽ പ്രോബ്ലംസിൻ്റെ ഡിസ്കഷനാണ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായി ജൂൾ നിയമം നമുക്ക് ഒന്നുകൂടി നോക്കാം. ജൂൾ നിയമത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, the heat generated in a current carrying conductor is directly proportional to the product of the square of the current in the conductor, the resistance of the conductor, and the time of flow of current. That is H proportional to I square RT, or H is equal to I square RT joules. ഇവിടെ നിങ്ങൾക്ക് ഹീറ്റ് ജൂൾ എന്ന് പറയുന്ന യൂണിറ്റിൽ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഐയുടെയും ആറിൻ്റെയും ടിയുടെയും യൂണിറ്റും SI സിസ്റ്റത്തിൽ തന്നെ ആയിരിക്കണം. ദാറ്റ് ഈസ് അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്, I is the current in ampere, R is the resistance in ohm, and T is the time in seconds. ഇത് കൂടാതെ ഓം നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഓംസ് ലായുടെ ബേസിൽ നമ്മൾ ജൂൾസ് ലായുടെ മറ്റ് രണ്ട് ഇക്വേഷൻസ് കൂടി നേരത്തെ എഴുതി വെച്ചിട്ടുള്ളതാണ്. ഏതൊക്കെയാണ് ഇക്വേഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, H is equal to I square RT, അത് കൂടാതെ H is equal to VIT എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. H is equal to V square by RT എന്ന് പറയുന്ന ഇക്വേഷൻ കൂടിയുണ്ട്. ഈ മൂന്ന് ഇക്വേഷനെയും ബേസ് ചെയ്തിട്ടുള്ള മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ആണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്ന ജെയിംസ് പ്രെസ്കോട്ട് ജൂൾ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്റെ ചില വിവരങ്ങളാണ്. അത് നമുക്ക് വായിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി ഈ ജൂൾ നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസിലേക്ക് പോകുന്നതാണ്. അപ്പം ആദ്യം നമുക്കിവിടെ ആദ്യമേ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം, ഒരു കണ്ടക്ടറിന്റെ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ആറും അതിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐയും ടൈം ഓഫ് ഫ്ലോ ടിയുമാണ് എങ്കിൽ അതിനകത്ത് ഡെവലപ്പ് ചെയ്യപ്പെടുന്ന ഹീറ്റ് എന്ന് പറയുന്നത് I square RT എന്ന് പറയുന്ന I square RT ജൂൾ ആണ് എന്ന് പഠിച്ചിട്ടുണ്ട്. ആ ഇക്വേഷന്റെ ബേസിലുള്ള കാൽക്കുലേഷൻസ് ആണ് ഇവിടെ ശ്രദ്ധിക്കുക. റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ആറും കറണ്ട് ഐയും ടൈം ഓഫ് ഫ്ലോ ഓഫ് കറണ്ട് എന്ന് പറയുന്നത് T സെക്കൻഡ്സുമാണ് എങ്കിൽ H is equal to I square RT ജൂൾ എന്ന് നമുക്കറിയാം. ഇവിടെ നമ്മൾ റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ 2R ആക്കി മാറ്റുകയാണ് എങ്കിൽ, റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ 2R ആക്കുക എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് ഡബിൾ ചെയ്തു, അതേസമയം കറണ്ടിനോ ടൈമിനോ മാറ്റമില്ല. അങ്ങനെയാണെങ്കിൽ പുതിയ ഹീറ്റ് എത്രയായിരിക്കും എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. പുതിയ ഹീറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ H ഡാഷ് എന്ന് വിളിക്കുകയാണെങ്കിൽ H ഡാഷ് ഇസ് ഈക്വൽ ടു I സ്ക്വയർ, കറണ്ടിന് വ്യത്യാസമില്ല, അതുകൊണ്ട് I സ്ക്വയർ ഇൻറ്റു റെസിസ്റ്റൻസ് ഇപ്പോൾ 2R ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ 2R ഇൻറ്റു ടൈം എന്ന് പറയുന്നത് T ആണ്. അപ്പോൾ നമുക്കിതിനെ സോൾവ് ചെയ്ത് എഴുതുകയാണെങ്കിൽ ക്യാൻ ബി റിട്ടൺ ആസ് 2I സ്ക്വയർ RT എന്ന് എഴുതാം. 2I സ്ക്വയർ RT മീൻസ് I സ്ക്വയർ RT ആദ്യത്തെ ഹീറ്റ് ആണെങ്കിൽ ഇപ്പോൾ ഉണ്ടായ പുതിയ ഹീറ്റ് എന്ന് പറയുന്നത് 2H ആണ്. ദാറ്റ് മീൻസ് ദ ഹീറ്റ് ബിക്കംസ് ട്വൈസ്. അപ്പോൾ റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ ഡബിൾ ചെയ്യുമ്പോൾ ഹീറ്റ് ട്വൈസ് ആയിട്ട് മാറും. ഇതുപോലെ അടുത്ത കോളത്തിൽ റെസിസ്റ്റൻസിന് മാറ്റമില്ല, കറണ്ട് ഡബിൾ ചെയ്താൽ ഹീറ്റിന് എന്ത് സംഭവിക്കും? അടുത്ത കോളത്തിൽ റെസിസ്റ്റൻസ് ഹാഫ് ആക്കിയാൽ ഹീറ്റിന് എന്ത് സംഭവിക്കും? ഇവിടെ റെസിസ്റ്റൻസിന് മാറ്റമില്ല, I/2 എന്ന് വെച്ചാൽ കറണ്ട് ഹാഫ് ആക്കുമ്പോൾ ഹീറ്റിന് എന്ത് സംഭവിക്കും? ഇവിടെ റെസിസ്റ്റൻസിനും കറണ്ടിനും മാറ്റമില്ല, ടൈം 2T, ദാറ്റ് മീൻസ് ടൈം ഇരട്ടിയാക്കുമ്പോൾ ഹീറ്റിന് എന്ത് സംഭവിക്കും? ഇവിടെ ടൈം ഹാഫ് ആക്കുന്നു. ഇത്തരം കാൽക്കുലേഷൻസ് നമുക്ക് ചെയ്യണം. അത് തൊട്ടടുത്ത സ്ലൈഡിൽ കാണാം. ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്നത് റെസിസ്റ്റൻസ് 2R ആണ്, കറണ്ട് I, ടൈം T, 2I സ്ക്വയർ RT, ദാറ്റ് മീൻസ് ദ ഹീറ്റ് ഡെവലപ്പ് ബിക്കം ട്വൈസ്, ദാറ്റ് ഈസ് 2H ആയിട്ട് മാറി. ഇതേപോലെ ഓരോ കാൽക്കുലേഷൻസ് നമുക്ക് ചെയ്യണം. ഇവിടെ റെസിസ്റ്റൻസിന് മാറ്റമില്ല, കറണ്ട് 2I ആയിട്ട് മാറുന്നു, ടൈം T ആണ്. അപ്പോൾ പുതിയ ഹീറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ H ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ H ഡാഷ് ഇസ് ഈക്വൽ ടു, അവിടെ റെസിസ്റ്റൻസിന് മാറ്റമില്ല, കറണ്ട് I എന്നുള്ളത് 2I ആണ്. അപ്പോൾ 2I ദ ഹോൾ സ്ക്വയർ ഇൻറ്റു റെസിസ്റ്റൻസിന് മാറ്റമില്ല ഇൻറ്റു റെസിസ്റ്റൻസ് R, ടൈമിന് മാറ്റമില്ല T. അപ്പോൾ 2I ദ ഹോൾ സ്ക്വയർ മീൻസ് 4I സ്ക്വയർ RT ആയിട്ട് മാറുന്നു. 4I സ്ക്വയർ RT മീൻസ് 4H, ദാറ്റ് മീൻസ് ദ ഹീറ്റ് ബിക്കംസ് 4 ടൈംസ്. ഹീറ്റ് 4 ടൈംസ് ആയിട്ട് മാറുന്നു, 4 ടൈംസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. അടുത്ത കോളത്തിൽ റെസിസ്റ്റൻസ് R/2 ആയിട്ട് മാറുകയാണ്.
റെസിസ്റ്റൻസ് ഹാഫ് ആക്കുന്നു. കറണ്ടിനും ടൈമിനും മാറ്റമില്ല. അപ്പോൾ എച്ച് ഡാഷ് കണ്ടുപിടിക്കുമ്പോൾ ഐ സ്ക്വയർ ആറിന്റെ സ്ഥാനത്ത് ആർ ബൈ ടു കൊടുക്കുക ഇൻറ്റു ടി. അപ്പോൾ ഐ സ്ക്വയർ ആർ ടി ബൈ ടു എന്ന് കിട്ടും. ദാറ്റ് ഈസ് എച്ച് ബൈ ടു. ദാറ്റ് ഈസ് ദ ഹീറ്റ് ഡെവലപ്പ് ബിക്കംസ് ഹാഫ്. നെക്സ്റ്റ് റെസിസ്റ്റൻസിന് മാറ്റമില്ല, കറണ്ട് ഹാഫ് ആയി ഐ ബൈ ടു ആയിട്ട് മാറി, ടൈമിന് മാറ്റമില്ല. ഹീറ്റ് ഡെവലപ്പ് കണ്ടുപിടിക്കുന്നു. ഐ സ്ക്വയർ ആർ ടിയിൽ ഐക്ക് ഐ ബൈ ടു ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ആർ ഇൻറ്റു ടി. ഐ ബൈ ടു ദ ഹോൾ സ്ക്വയർ മീൻസ് ഐ സ്ക്വയർ ബൈ ഫോർ. അപ്പൊ ഐ സ്ക്വയർ ആർ ടി ബൈ ഫോർ ആയിട്ട് മാറും. ഐ സ്ക്വയർ ആർ ടി ബൈ ഫോർ മീൻസ് 1/4 ആയിട്ട് മാറുന്നു. 1/4 ദാറ്റ് ഈസ് ക്വാർട്ടർ. ഹീറ്റ് റെഡ്യൂസസ് ടു 1/4. അടുത്ത റെസിസ്റ്റൻസിനും കറണ്ടിനും മാറ്റമില്ല.